നമുക്ക് പെട്ടെന്നൊരു നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ? ഇതിന് അത്ര വലിയ പണിയൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാവർക്കും സ്പൈസപ്പ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കോല റൈസ് ആണ് എടുത്തിരിക്കുന്നത്. കൈമ റൈസും ജീരകശാല റൈസും ഒക്കെ വെച്ചിട്ട് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാട്ടോ. 2 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അരി നന്നായിട്ട് കഴുകി കുറച്ച് സമയം ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഇപ്പൊ ഊറ്റിയെടുത്തതാണ് കേട്ടോ. ഇനി നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. അപ്പൊ കുക്കർ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് നന്നായിട്ട് മെൽറ്റായിട്ട് വരട്ടെ. അങ്ങനെ നെയ്യെല്ലാം മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 5 ഗ്രാമ്പുമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 3 ഏലക്കയും 3 ചെറിയ പീസ് പട്ടയും ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് തിന്നായിട്ട് അരിഞ്ഞ സവാള കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത ക്യാരറ്റും കൂടി ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ക്യാരറ്റ് ആഡ് ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നെയ്യിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം. സവാളയൊക്കെ ഓവറായിട്ട് വഴന്നു പോകുന്ന രീതിയിൽ വഴറ്റേണ്ട ആവശ്യമില്ല. നമുക്കൊരു മീഡിയം ലെവലിൽ ഇതൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മൾ സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത്, ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അരി 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഏത് ഗ്ലാസിന്റെ അളവിലാണോ അരി എടുത്തിരിക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെയാണ് കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഇപ്പൊ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് മാറ്റി വെച്ച അരി ഇട്ട് കൊടുക്കാം. അങ്ങനെ അരിയെല്ലാം ഇട്ട ശേഷം ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കറിന്റെ മൂടി കൂടെ വെച്ച് അടച്ച ശേഷം ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ റൈസ് വേകുന്ന സമയത്തിനുള്ളിൽ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. അപ്പൊ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. അങ്ങനെ ഇപ്പൊ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം കാഷ്യൂ ആണ് ഇട്ട് കൊടുക്കുന്നത്. കാഷ്യൂ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വറുത്തെടുക്കണം. അങ്ങനെ നല്ല ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കോരി മാറ്റാം. അടുത്തത് കിസ്മിസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന സമയത്ത് വറുത്ത് കോരണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മൾ കിസ്മിസ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതും കൂടെ നമുക്കൊന്ന് കോരി മാറ്റി വെക്കാം. അടുത്തത് വളരെ തിന്നായിട്ട് അരിഞ്ഞ നമ്മുടെ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഇതേപോലെ ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് വറുത്ത് കോരണം. ഇതെല്ലാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വറുത്തെടുക്കുന്നത്. അപ്പൊ നമ്മുടെ സവാളയും നന്നായിട്ട് ഗോൾഡൻ കളർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതും നമുക്കൊന്ന് കോരി മാറ്റി വെക്കാം. അങ്ങനെ ഇപ്പൊ നമ്മളുടെ റൈസ് വെച്ച കുക്കർ ഒരു വിസിൽ വന്നിട്ടുണ്ട്. പിന്നീട് ആ പ്രഷർ കംപ്ലീറ്റ് പോയ ശേഷം മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ ഇപ്പൊ നമ്മൾ തുറന്നു നോക്കുമ്പോൾ നമ്മളുടെ അരിയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച സവാളയും കാഷ്യൂവും കിസ്മിസും കൂടെ ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ പെട്ടെന്ന് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ്. ബാച്ചിലേഴ്സിനും ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു വിഭവം തന്നെയാണ് നെയ്ച്ചോറ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.